ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമ്മളുടെ ഇവിടെ എൻട്രി സ്പോട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും അപ്സൈഡിലേക്കാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ഞാൻ ഉറപ്പായിട്ടും പുറകെ പറയുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു എൻട്രി സ്പേസ് ആയിട്ടുണ്ട്. കാരണം ഒന്ന് 55,208 സപ്പോർട്ട് റേഞ്ച് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ മൊത്തം റീറ്റെയിൽ ബയേഴ്സാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. കൂടാതെ 55,000 ലെവലുണ്ട്, താഴേക്കുണ്ട്. ഇപ്പോൾ ഇത് ഈ സ്പേസിൽ നിന്ന് നമുക്ക് ഫിബൊനാച്ചി ലെവൽ കൂടി നോക്കാം. ഈ ലെവൽ വരെ നമുക്ക് മാക്സിമം ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടെ നിന്നും ഒരു അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കൂടാതെ മുകൾ സൈഡിലേക്ക് നമുക്ക് യെസ്റ്റർഡേ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സ്വിംഗ് ഹൈസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോഴും പറയാറുള്ളത് പോലെ, പക്ഷേ കറൻ്റ്ലി ഇപ്പം ന്യൂബിയായിട്ട് എൻട്രി ആയിരിക്കുന്ന കുറച്ചധികം റീറ്റെയിൽ ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് അതിന് ഹിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം ഒരു അപ്സൈഡ് എൻട്രി ലഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടായിരിക്കും. ഓൾമോസ്റ്റ് നമ്മളുടെ റേഞ്ച് നമുക്ക് ടാർഗറ്റിനുള്ള സ്പേസ് ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട്. ഇവിടെ ഈ ഒരു സ്വിംഗ് മുകളിൽ ഉള്ള സ്വിംഗ് 55-222 ഒരു സ്വിംഗ് ഹൈ ഉണ്ട്. ആ റേഞ്ച് കൂടി ബ്രേക്ക് ഔട്ട് ചെയ്യാൻ മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മുടെ കറൻ്റിലുള്ള പ്ലാനിങ്. സോ നമുക്കിവിടെ എൻട്രിക്കുള്ള സ്പേസ് ആയിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ എൻട്രി നമ്മളെടുത്ത് കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് മിസ്സാവായിരിക്കും നമ്മൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി വേണമെങ്കിൽ 55,000 ഒന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ എൻട്രി എടുത്തിരിക്കുന്നത് 1:1.5 എന്ന റിസ്ക് റേഷ്യോ നമ്മൾ ഫോളോ അപ്പ് എടുത്തിട്ടുണ്ട്. ദെൻ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് കിട്ടണം. പരമാവധി കുറച്ചുകൂടി താഴേക്ക് പോവുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു പരിധി കൂടുതൽ 55,000 ലെവൽ ക്രോസ് ചെയ്ത് വളരെ വലിയൊരു ഫോളിലേക്ക് പോകാൻ പാടില്ല. ഇതൊരു ബൗൺസ് ബാക്കിനുള്ള സ്പേസ് ആണത്. പരമാവധി ഈ സപ്പോർട്ട് റേഞ്ച് ഇല്ലെങ്കിൽ താഴെയുള്ള 56 സപ്പോർട്ട് റേഞ്ച് ഒന്നുകൂടി ബ്രേക്ക് ഔട്ട് അതിന് ശേഷം ഫിബൊനാച്ചി ലെവലിൽ നിന്നും ഒരു ബൗൺസ് ബാക്ക് നമുക്ക് ലഭിക്കണം. ദെൻ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്പേസിൽ 12:10 നമുക്ക് എക്സിറ്റ് ആകേണ്ടി വന്നു. കാരണം മറ്റൊന്നുമല്ല, നമുക്കിനി ചില ദിവസം ഞാനിപ്പോഴും പറയാറുള്ളത് പോലെ മാർക്കറ്റ് എപ്പോഴും നമുക്ക് ഫേവറബിൾ ആയിട്ട് മൂവ് ആകണമെന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പുകളും സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല. ഓക്കെ, ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. then ഇത്രയൊക്കെ തന്നെ എനിക്ക് വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.